ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഞാനിന്നൊരു റീല് കണ്ടായിരുന്നു. ചീസ് കേക്ക് ഉണ്ടാക്കുന്നതാണ് റീല്. അപ്പം ഞാനും വൈഫും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് കം മേക്ക്. ഇതാണ് എൻ്റെ വൈഫ്, പേര് തെരേസ. ഞങ്ങൾ എല്ലാവരും ശാലു എന്ന് വിളിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. സക്സസ് ആവുമായിരിക്കും അല്ലേ? നോക്കാം. നമുക്ക് ചീസ് കേക്ക് ഉണ്ടാക്കാൻ 6 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. 1 ക്രീം ചീസ്, 2 പൗഡർഡ് ഷുഗർ, 3 വിപ്പിംഗ് ക്രീം, 4 എഗ്ഗ്, 5 വാനില എസൻസ്, 6 കോൺഫ്ലോർ. നമ്മൾ വളരെ കുറച്ച് ക്രീം ചീസാണ് എടുക്കുന്നുള്ളൂ. ഞാനൊരു 3 സ്പൂൺ അത്രയും മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഭയങ്കര പാടാട്ടോ അതിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട്. സോ ഞാനും അതും തമ്മിലൊരു മൽപ്പിടുത്തം തന്നെ ഉണ്ടായി. അതിനുശേഷം നമ്മൾ പൗഡേർഡ് ഷുഗർ ഇടുകയാണ്. ഒരു 2-3 സ്പൂൺ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ കണ്ട റീൽ പ്രകാരം ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. സോ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി വിസ്ക് ഉപയോഗിച്ച് ഒരു പേസ്റ്റ് ടെക്സ്ചറിൽ എത്തണം. നന്നായിട്ട് വിസ്ക് ചെയ്യണം. ഇച്ചിരി പാടാണ്, എങ്കിലും നന്നായിട്ട് വിസ്ക് ചെയ്യുക. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യണം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് തിക്ക് ക്രീം ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അമൂലിൻ്റെ 2 പ്രൊഡക്റ്റും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വാനില എസൻസും ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ കയ്യിൽ സിലിക്കൺ ട്രേ ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഞാനൊരു പാർച്ച്മെൻറ്റ് പേപ്പറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ സിലിക്കൺ ട്രേയുടെ ഉള്ളിൽ വെച്ച ശേഷം നമ്മുടെ ഈ മിക്സ് അതിലോട്ട് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ എയർ ഫ്രയറിലോട്ട് വെക്കാം. എയർ ഫ്രയറിൽ ടെമ്പറേച്ചർ ഒരു 180 ഡിഗ്രിയും ടൈം നമുക്കൊരു 15 മിനിറ്റ്സുമാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഇതായി കിട്ടുമെന്നുള്ളത്. അങ്ങനെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ശാലു അഭിപ്രായം പറയുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സക്സസ് ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ കഴിച്ച് നോക്കിയതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആയിരിക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ see you. Bye.